അയ്യോ, ഇനി അന്വേഷിക്കാനൊന്നുമില്ല. അന്ന് ചെക്കനും കുടുംബക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പോയതല്ലേ. ഇനിയിപ്പോ അന്വേഷിച്ചിട്ട് വേണം അവർ നാട്ടുകാരൊക്കെ കൂടി മുടക്കാൻ. ഇത്രയും നല്ല ആലോചനയൊക്കെ വരുമ്പോഴേ നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെ ആയിരിക്കില്ല അവിടുത്തെ നാട്ടുകാരും. ഇല്ലാത്ത കുറ്റവും കുറവോ കണ്ടുപിടിച്ച് മുടക്കാൻ നോക്കും. അല്ല, മോക്ക് താല്പര്യ കുറവൊന്നുമില്ലല്ലോ. അവൾക്ക് ഒരു താല്പര്യ കുറവുമില്ല. നീയല്ലേ പറഞ്ഞത് ചെക്കന് നല്ല സ്വത്ത് വേണം, ഇഷ്ടംപോലെ സ്ഥലവും പറമ്പും വേണമെന്നുള്ളത്? അങ്ങനെ തന്നെ ആയില്ലേ? വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ അവര് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഈ കാറുണ്ട്, വലിയ വീടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, സ്വത്തുണ്ട് എന്നുള്ളതൊക്കെ. അല്ലാണ്ട് നമ്മള് പോയി കണ്ടതോ അന്വേഷിച്ചതോ ഒന്നും ഇല്ലല്ലോ. പിന്നെ പെങ്ങന്മാരൊക്കെ വലിയ സ്റ്റാറ്റസിലാണെന്നൊക്കെ പറയുന്നു. ഇനിയിപ്പൊ അതൊക്കെ ചെക്കനുണ്ടോ അതോ ഈ വെറും പറച്ചിൽ മാത്രമാണോ? അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക്. എല്ലാം ഉള്ള തന്നെയാ. ഈ ചെക്കനെ കണ്ടാൽ അറിയില്ലേ ആ മുഖത്ത് തറവാടുത്തം, പിന്നെ വന്നിറങ്ങിയ കാറും ആ പത്രാസോ. എന്റെ മനസ്സൊന്നും മായുന്നില്ല. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് ധൈര്യമുള്ളൂ. ജോലി ഇല്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, ഇയാൾ ധൈര്യത്തോടെ ഇരുന്നോ. ശമ്പളം ഇയാളുടെ വിഷയം. മാസം 25,000 വെച്ച് ഞാൻ തരാം, അതുപോലെ. അത് മതി. എപ്പോഴെങ്കിലും കിട്ടുന്ന 10,000 5,000 കൊണ്ട് മതി എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തേ. അവന് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതല്ലേ. മോള് പറയണം അതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഞാൻ നോക്കി നടത്താന്ന്. അത് നിനക്കൊരു കോൺഫിഡൻസ് ആയില്ലേ? അവന്റെ ഒപ്പം നിനക്ക് നിക്കാലോ. ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച മുതലേ തോട്ടത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. പിന്നെ അവിടെ പണിയെടുക്കുന്ന പണിക്കാർക്ക് മാസം മാസം ശമ്പളം കൊടുക്കണ്ടേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിനക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടേ അതിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് തരാം. എന്റെ അനിയത്തിക്ക് കല്യാണം ശരിയായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ച അവര് വീട് കാണാൻ വന്നു. അപ്പൊ ഈ ആഴ്ച നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവരെ വീട്ടിലേക്ക് പോകണം, ചെക്കൻ വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മളെല്ലാവരും അവിടെ കാത്തു നിൽക്കുക. നമ്മൾ പോയിട്ട് വേണം ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓഹോ, അങ്ങനെ സംഭവം ഉണ്ടോ? ഏട്ടാ, എന്താ ചെയ്യണ്ടേ? എന്ത്? നമുക്കിപ്പോ ഇറങ്ങണ്ടേ? ഇപ്പൊ പോയല്ലേ, സമയത്തിന് അവിടെ എത്തും. പിന്നെ എനിക്കിവിടെ 100 തിരക്കുണ്ട്, അതിന്റെ ഇടയ്ക്കാണ് അവിടെ പരിപാടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഇതാ, നിനക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നീ തരങ്ങൾ ചെയ്തോ, അല്ലാതെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട, എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട. ഇതെന്താ ഇത്രയും വൈകിയേ? അതെന്താ, എനിക്ക് ലേറ്റ് ആയിട്ട് വരാൻ പറ്റില്ലേ? വൈകിട്ട് വരുന്നതിനൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇത് ആദ്യമായിട്ടല്ലല്ലോ, എന്നും അങ്ങനെ തന്നെയല്ലേ? രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരിക. നീ ആള് കൊള്ളാലോ. എന്റെ വീട്ടിലേക്ക് എപ്പ കയറി വരണം തീരുമാനിക്കുന്നതേ ഞാനാണ്, അല്ലാണ്ട് നീയല്ല. ഞാൻ ചിലപ്പോ 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ വരും, ചിലപ്പോ വന്നില്ലാന്ന് വരും. നിന്നോടാ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞേ. നിനക്ക് ഭക്ഷണം കഴിച്ച് കയറി കിടന്നുറങ്ങിക്കൂടെ? പിന്നെ കാത്തിരിക്കാണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും വീട് മടിച്ചു പൂട്ടി വീണത് കിടന്നുറങ്ങുക. അറ്റ്ലീസ്റ്റ് എത്ര മണിക്കാണ് വരികയാണെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? വിളിച്ചാൽ ഫോണും എടുക്കൂല. എല്ലാ ദിവസവും തന്നെ അല്ലേ പരിപാടി? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്ത് തന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കരുതെന്ന്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോ, തോന്നിയ സമയത്ത് കയറി വരും. കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ടേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അല്ലാണ്ട് പുറത്തുള്ള ഒരാളല്ല. എനിക്കും കൂടി അറിയണ്ട നിങ്ങൾ എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേ, എത്ര മണിക്ക് വീട്ടിൽ വരുന്നൊക്കെ. വേറെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ നിൽക്കോ? അതെ, സൗണ്ട് കുറച്ച് സംസാരിക്കേ. ഇത് നിന്റെ വീടല്ല, എന്റെ വീടാ. എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നേ അത് ഞാനാണ് തീരുമാനിക്കുക. അതിൽ ഒരാളും ഇടപെടരുത്. ഭാര്യന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാണ്ട് എന്നെ ഭരിക്കാനല്ല വരട്ടെ.
ആണോ? പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യമില്ലേ, അതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ? ആണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആയി പോയി എത്താൻ, അതാണ് പിന്നെ വിളിക്കാൻ പറ്റാണ്ടിരുന്നത്. ആണല്ലേ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അതെ, ആ കാര്യത്തിനെ കുറിച്ച് ഒരു സെക്കൻഡ് ഹോൾഡ്, ഞാനിപ്പോൾ വിളിക്കാം. തോട്ടത്തില് പണിക്കാർക്ക് പ്രാവശ്യം ശമ്പളം കൊടുത്തില്ലേ, അതിന്റെയും പിന്നെ കുരുമുളകും അടക്കിയും വിറ്റാന്റെയും ഒക്കെ കണക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ ആ ടേബിളിൽ വെക്ക്, പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ നോക്കിക്കോളാം. ഹലോ. പിന്നെ വേറെന്താ പറഞ്ഞേ? ആ കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ ഫോൺ കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താ എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ആരെ വിളിച്ചുകൊണ്ടിരിക്കണേ? ആര് വിളിക്കാൻ? എന്റെ ഫ്രണ്ട്, പിന്നെ വേറെ ആര്? എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വീടെത്തിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഫോൺ കോൾ വരാറുണ്ടല്ലോ. ഒരാൾ തന്നെയാണോ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? 2-3 മണിക്കൂറൊക്കെ ഫോണിൽ എൻഗേജ്ഡ് ആയ പിന്നെ നമുക്ക് സംസാരിക്കാൻ എവിടെയും സമയമല്ലേ? അതിന് ഞാൻ എപ്പോഴും നിന്നോട് സംസാരിക്കാണ്ടിരിക്കുന്നത്? നീ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ മറുപടി തരാറില്ലേ? അതുപോലെ പിന്നെ എന്താ നിനക്ക് വേണ്ട? 24 മണിക്കൂർ ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം എന്നാണോ? പിന്നെ എന്നെ ഏത് ഫ്രണ്ട് എപ്പോ വിളിക്കണം, എത്ര മണിക്കൂർ അവരോട് സംസാരിക്കണമെന്നേ തീരുമാനിക്കുന്നത് ഞാനാണ്. അത് എന്റെ ഇഷ്ടമാണ്. അതിൽ നീ വെറുതെ കൈയടത്താൻ വരണ്ട. നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിച്ചോ, എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോ, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നാൽ മാത്രം മതിയോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നോട് ഒന്നും സംസാരിക്കാനില്ല? എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. 24 മണിക്കൂർ നിന്റെ കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. മതിയോ? അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഫോണിലൂടെ 3-4 മണിക്കൂർ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അത് നിങ്ങൾ ജോലിക്ക് പോകാണ്ട് വീട്ടിൽ റിസൈൻ ചെയ്തിരുന്നിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ അതിനൊക്കെ സമയമുണ്ട്. എന്നോട് സംസാരിക്കാൻ മാത്രം സമയമില്ല. ഇത് എന്നും രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വന്നിട്ട് ഇതുപോലെ ഫോണിൽ ബിസിയാണ്. അതിനുശേഷം വീട്ടിൽ തോന്നിയ സമയത്ത് ഇറങ്ങി പോവുക, തോന്നിയ സമയത്ത് കയറി വരിക. ഒന്നും ചോദിക്കാനും പറ്റില്ല, പറയാനും പറ്റൂല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ജീവിക്കണം, ഞാനതിൽ ഇടപെടണമെന്ന്. നിങ്ങളുടെ തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ? നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? നിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ ഫ്രീ ആക്കി വിടുന്നില്ലേ? പിന്നെ നീ എന്തിനാണ് എന്റെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരുന്നത്? നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ 2-3 ദിവസം നിന്നിട്ട് വാ. ഞാൻ ഫോണിൽ ബിസിയാന്ന് പറഞ്ഞിട്ടേ നിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രം, പിന്നെ ഇഷ്ടം പോലെ സ്വത്ത് ഇവിടെ പോരാതെ നിനക്ക് മാസം മാസം ഞാൻ പൈസ തരുന്നില്ലേ? നിന്നെ ഞാനിവിടെ രാജ്ഞിനെ പോലെ വെച്ചിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നിനക്ക് എന്താ വേണ്ടത്? ഇതാ നിനക്ക് ഈ വേണ്ടാത്ത ടെൻഷനൊക്കെ ഇപ്പൊ വരുന്നതെന്നറിയോ? നിനക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനുള്ളതുകൊണ്ടാ. നീ ആ കൂടെ തോട്ടത്തെ കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. അതിപ്പോ ആർക്കാണെങ്കിലും ബോറടിക്കും. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്. നിനക്ക് അങ്ങനെ പ്രശ്നമാണെങ്കിലേ നമ്മുടെ തുണിക്കടയില്ലേ, അവിടെ ചെന്നിരിക്കും. അവിടെ ആളും ബഹളമൊക്കെ ആകുമ്പോൾ ആ പ്രശ്നം കൊണ്ട് മാറിക്കിട്ടും. ഇനിയിപ്പോ അതും പറ്റില്ലെങ്കിൽ നീ 2-3 ദിവസം വേണമെങ്കിൽ നിന്റെ വീട്ടിൽ ചെന്നിരുന്നോ? അത് ശരി. എന്റെ മനസ്സിൽ വിഷമമാണെങ്കിൽ ഞാനിങ്ങനെ തുണിക്കടയിലും എന്റെ വീട്ടിലും പോയി നിൽക്കണല്ലേ, അല്ലാണ്ട് നിങ്ങൾക്കുള്ള ഒന്നും ചെയ്യാനില്ല. നിനക്ക് ഞാൻ എന്ത് ചെയ്യുന്നൊരു വിലയില്ലേ? ഇവിടെ ഒരു ഭർത്താക്കന്മാർ 5 പൈസ കൊടുക്കില്ല അവരുടെ ഭാര്യമാർക്ക്. നീ തോട്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ ഏൽപ്പിച്ചെന്നത് ഞാൻ വേറെ നീ പറഞ്ഞതിനെ കുറിച്ച് ഇല്ലല്ലോ. പിന്നെ പുറത്തൊന്നും ജോലിക്ക് വേണ്ട, വീട്ടിൽ മതി എന്ന് പറഞ്ഞിട്ടേ ഞാൻ നിനക്ക് മാസം മാസം നിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തല്ലേ 25,000 രൂപ. ഇതൊക്കെ പോരെ നിന്നെ സന്തോഷിപ്പിക്കാൻ? ഇതിനപ്പുറത്തേക്ക് വേറെ നീയുമാണോ? നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? മാസം മാസം ഇങ്ങനെ പൈസ ബാങ്കിൽ ഇട്ടാലോ അല്ലെങ്കിൽ എൻഗേജ് ആകാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചാലോ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന? എന്ത് തുടക്കത്തിലൊക്കെ നിനക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. മാസം മാസം ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുമ്പോഴും പിന്നെ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുറെ പൈസ കയ്യിൽ കിട്ടുമ്പോഴും അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം നിനക്കിപ്പോ? ഇത് മാത്രം മതിയോ? ആകെ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ തോട്ടത്തിലെ കണക്കും കാര്യങ്ങളും പറയുമ്പോഴോ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ മാത്രം. അല്ലാണ്ട് എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്റെ അടുത്തിരുന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഇത് കുറെ പൈസയും തന്ന് കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ് വിചാരം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ നിനക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നീ ഒന്നും എന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. ഇനിയിപ്പോ നിനക്ക് പൈസ വല്ലതും കൂടുതൽ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ തരാം. ശല്യം ചെയ്യാണ്ട് മുമ്പ് പോവാൻ നോക്ക്. ഒരു ദിവസം മനുഷ്യന് സ്വൈരം തരില്ല. അമ്മ, എന്താ മോളെ, എന്താ ഈ സമയത്ത് വിളിക്കുന്നേ? അമ്മ അമ്മ ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ. എനിക്കിവിടെ തീരെ ശരിയാവുന്നില്ല അമ്മ. ഏട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. നീ കുറെ മാസമായില്ലേ പറയുന്നത് തിരിച്ചു വരട്ടെ എന്നുള്ളത്. നിന്റെ നാവ് പോലെ ആയിപ്പോകരുത്.
അവരുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. നിനക്കവിടെ എന്തിന്റെ കുറവാകും വരുത്തിയിരിക്കുന്നത്? എല്ലാം കൂടി പോകുമ്പോ തോന്നുകയാണല്ലേ എനിക്ക്. ഇനി മേലെ ഈ വാക്ക് പറഞ്ഞു പോകരുത് നീ. അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. കുറെ ചെയ്തിരുന്നു പറഞ്ഞാൽ എന്ത് ചെയ്തിരുന്നായി പറയുന്നത്? കുറച്ച് പൈസ സ്വർണ്ണുണ്ടെങ്കിൽ എല്ലാം ആയോ? പിന്നെ പൈസയൊന്നുമില്ല കാണാൻ എനിക്ക്. എന്റെ പൊന്നു മോളെ, ഇതുപോലത്തെ ഒരു ചെക്കൻ എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇതാ 10,000 ചോദിച്ചാൽ 10,000 തരും, 20,000 ചോദിച്ചാൽ 20,000 തരും. ഇത്രയും നല്ലൊരു ചെക്കനെ കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കും. എന്താ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഞാനിവിടെ ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത്. ഏട്ടൻ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല. ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോയിട്ടില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് തന്നെ 100 തിരക്കുകളുണ്ടാകും പറയാൻ വേണ്ടിട്ട്. എപ്പോ നോക്കിയാലും ഫോണിലമ്മ. ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടും. ഒരു ദിവസം പോലും വരേക്ക് വീട്ടിലേക്ക് സമയത്തിന് വരാറില്ല. എവിടെ പോണെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും പറയില്ല അമ്മ. ചോദിച്ചാൽ പറയുന്നത് എന്റെ ജീവിതമാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നീ അതിൽ ഇടപെടുന്നതാണ്. പിന്നെ ഞാൻ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ഈ തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാനും പണിക്കാർക്ക് കൂലി കൊടുക്കാനും മാത്രം. ഞാൻ ഇവിടുന്ന് ജോലിക്കാരെയാണോ മാസം മാസം ശമ്പളം വാങ്ങിയിട്ട് സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിട്ട്? അയ്യോ, ഈ പെണ്ണിന് ഞാൻ എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കുക? മോളെ, നീ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. എല്ലാവർക്കും എല്ലാം തികഞ്ഞ ജീവിതം കിട്ടില്ല. ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു കുറവുമില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ഭക്ഷണത്തിന് ഭക്ഷണം, ഇഷ്ടം പോലെ സ്വത്ത്, കൊട്ടാരം പോലെ ഒരു വീട്. ഇതിനെനിക്ക് എന്താ വേണ്ടതിന്റെ അപ്പുറം? മോളെ, നിന്നെ ഒറ്റൊരുത്തിനെ കണ്ടിട്ടാണ് നിന്റെ അനിയത്തിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അത് നീ മറക്കല്ലേ. ചേച്ചിന് ഇത്രയും വലിയ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു പറഞ്ഞില്ല നിന്റെ അനിയത്തിക്ക് നല്ലൊരു ബന്ധം വന്നിരിക്കുന്നത്. പിന്നെ ചെക്കന്റെ അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചെക്കന്റെ വീട്ടുകാർ കാര്യമായിട്ട് നമ്മളോട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. നിന്റെ ഒറ്റൊരുത്തിന്റെ ഉറപ്പിലാണ് ഞങ്ങൾ വാക്ക് കൊടുത്തിരിക്കുന്നത്. മോളെ, ചതിക്കാൻ നിൽക്കരുതേ. അവരാഗ്രഹിച്ച രീതിയിൽ അവളെ കെട്ടിച്ചയക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ജന്മത്തവൾക്ക് അവിടെ സമാധാനം കിട്ടില്ല. അത് നീ കാരണമാകരുത്. ഞാൻ എന്റെ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും പൈസന്റെ പുറകെയാണ്. അമ്മനോട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആ ബന്ധം വേണ്ടമ്മ. ആ വീട്ടിലേക്ക് അവളെ കല്യാണം കഴിച്ച് അയക്കണ്ട. എന്റെ ജീവിതം എങ്ങനെയായി? ഇനി പൈസ പൈസ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് അവളെ അയച്ചിട്ട് അവളുടെ കൂടി കണ്ണീര് കാണാനാണോ? അത് ശരി, നിനക്ക് സ്വത്തും പണവും ബംഗ്ലാവൊക്കെ ആയപ്പോ നീ സ്വന്തം കുടുംബത്തിനെ മറന്നുല്ലേ? നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടാനല്ലേ നീ നോക്കേണ്ടത്, അല്ലാതെ അത് മുടക്കാനാ നോക്കേണ്ടത്. ഇനി മേൽ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കരുത്. കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ മാത്രം വിളിച്ചാൽ മതി. വെച്ചിട്ട് പോകാൻ നോക്കുന്നത്.